ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശകലനമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. 23 ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമയുടെ തെലുങ്ക് പതിപ്പ് റിലീസ് ചെയ്തിരുന്നു. തെലുങ്കിലും മികച്ച ട്രെൻഡിങ്ങും വമ്പൻ കളക്ഷനുമാണ് ഈ സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഇന്നലെ വെള്ളി, ഇന്ന് ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ തെലുങ്ക് കളക്ഷൻ മാത്രം 1.5 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതേസമയം കേരളത്തിൽ ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരുന്നത് 119 കോടി 90 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി 70 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 24 ദിവസം കൊണ്ട് കേരളത്തിൽ 121 കോടി 60 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര കേരളത്തിൽ നേടിയെടുത്തിരുന്ന 121 കോടി 90 ലക്ഷം എന്ന ഇൻഡസ്ട്രി ഹിറ്റ് മറികടക്കാൻ നാളെ ഞായറാഴ്ചയോടെ മാത്രമേ വാഴ 2 സാധ്യമാകുകയുള്ളൂ. സിനിമയുടെ 24 ദിവസത്തെ വേളയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 223 കോടി റേഞ്ചിലാണ്. ഏപ്രിൽ 10 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ 18 കോടി 23 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 16-ാം ദിവസം എന്ന ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടി 40 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 19 കോടി 60 ലക്ഷം റേഞ്ചിലാണ് ഇന്ന് വരെയുള്ള ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് കളക്ഷൻ 31 കോടി 50 ലക്ഷം 32 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നവാഗതനായ വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 23 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി മിക്സഡ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മധുവിധു. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, സായി കുമാർ, ശ്രീജയ നായർ, സഞ്ജു മധു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ വ്യാഴം, വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 70 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3-ാം ദിവസം എന്ന ശനിയാഴ്ച 40-45 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് 1 കോടി 15 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലുമാണ്. വിഷു റിലീസായി ഏപ്രിൽ 15 തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ സിനിമ നിലവിൽ പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം ഇന്നലെ വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 11 കോടി 60 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25-30 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 11 കോടി 90 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് കളക്ഷൻ സംബന്ധമായി കൃത്യമായ വിവരം വന്നിട്ടില്ലെങ്കിലും 17 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഘ്നേഷ് ശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി അഥവാ LIK. പ്രദീപ് രംഗനാഥൻ, SJ സൂര്യ, കൃതി ഷെട്ടി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ 69 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട് കളക്ഷനായി 36 കോടിക്ക് മുകളിൽ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 59 കോടി റേഞ്ചിലാണ്. 80 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ നിലവിൽ പരാജയമായി മാറിയിരിക്കുകയാണ്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിൽ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. അക്ഷയ് കുമാർ, പരേഷ് റാവൽ, ടബു, വാമിക ഗബ്ബി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് കേരളത്തിൽ 26 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 107 കോടി 20 ലക്ഷം സ്വന്തമാക്കിയ സിനിമ വിദേശത്ത് നിന്ന് 37 കോടി 50 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 8 ദിവസം കൊണ്ട് 144 കോടി 70 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയ്ക്കാണ്. സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് 130 കോടി രൂപയുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.